നമുക്കൊന്ന് വീഡിയോ കോളിൽ വരണം, സാരി ഉടുത്തിട്ട് വേണം വരണം. എന്നോട് പറഞ്ഞ ലോകേഷ് കനകരാജ് എന്ന്. പക്ഷെ ഒരുപാട് കുട്ടികൾ വേണമെങ്കിൽ ഇതിനകത്ത് പെട്ടുപോവാം. ഇയാൾ വേറെയും ഫ്രോഡ് നടത്തുന്നില്ല എന്ന് എങ്ങനെ അറിയാം? ഇതുപോലെ ബോംബെയിൽ നിന്ന് ഒരു കാസ്റ്റിംഗ് കോൾ വന്നു വെബ് സീരീസിന് വേണ്ടിയിട്ട്. പെർ ഡേ 1 lakh സാലറി. അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കണം, 50,000 രൂപ അയച്ചു കൊടുക്കണം. ഇവൻ കൂട്ടുകാരൻ്റെ അടുത്ത് 50,000 രൂപ കടം വാങ്ങി അയച്ചു കൊടുത്തു. കാരണം സാലറി 1 lakh പെർ ഡേ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഫോൺ കോൾസും ഇല്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ പൈസ ഇല്ല. അപ്പോൾ പിന്നെ ഇവർക്ക് അയച്ചു കൊടുക്കാൻ കാശുണ്ടോ? അത്രയും ഡീസൻ്റ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. സ്ക്രീനിൽ വന്നപ്പോൾ അയാളൊന്ന് സ്മൈൽ ചെയ്ത് പോലുമില്ല. ഞാൻ എൻ്റെ ഫെയിമിന് വേണ്ടിയിട്ട് ഞാൻ നുണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിൻ്റെ താഴെ ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ഭാര്യയാകണം പോലും. കാസ്റ്റിംഗ് കോൾ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഷൈനി സാറ പങ്കുവച്ച ചില വിവരങ്ങളാണ് ഇപ്പോൾ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചി, ഇപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ജയിലർ 2മായി ബന്ധപ്പെട്ടാണ് ഒരു കാസ്റ്റിംഗ് കോൾ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന് ചേച്ചി പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം സംഭവിക്കുന്നത്? തുടക്കം ഞാനീ കാണുന്ന എല്ലാ കാസ്റ്റിംഗ് കോളിനും അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ എൻ്റെ ഏജ് ഗ്രൂപ്പായാലും ശരി, അല്ലെങ്കിലും ശരി, ഒരു പടത്തിനൊരു കാസ്റ്റിംഗ് കോൾ വന്നാൽ ഞാൻ മെയിൽ അയക്കാറുണ്ട്. ചിലർ റെസ്പോണ്ട് ചെയ്യും, ചിലർ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനൊരു ജയിലർ 2വിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു പീയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപ്ലൈ ചെയ്ത ഇതിൻ്റെ റിപ്ലൈ ആണ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പിലൊരു മെസ്സേജ് വരികയാണ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ അവർ ജയിലർ 2വിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇടുന്നു. ഷൂട്ടിംഗ് ഡേറ്റ്സ് ഉണ്ട്, എൻ്റെ സാലറി ഉണ്ട്, പിന്നെ പാസ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോൾ അയാൾ പാസ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. മലേഷ്യയിലും തമിഴ്നാട്ടിലും വെച്ചിട്ടാണ് ഷൂട്ട്. അപ്പോൾ ആദ്യം രജനീകാന്തിൻ്റെ മക്കളുടെ ഇതാണ് അവർ ഇട്ടിരുന്നത്. അത് ഏജ് ഗ്രൂപ്പ് 16 to 40 ആണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് കാർഡ് ആവശ്യമില്ല, അമ്മ അസോസിയേഷനാണ്, അതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മെമ്പർഷിപ്പ് എടുക്കുള്ളൂ, കമ്പൽസറി അല്ല. അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങളുടെ സാർ സുരേഷ് കുമാർ, അദ്ദേഹം നാളെ 11:30 വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് വിട്ടു. പിന്നെ പിറ്റേ ദിവസം വിളിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏജ് കാറ്റഗറി ഓക്കെ അല്ലാത്തതുകൊണ്ട് അവർ എന്നെ ഡ്രോപ്പ് ചെയ്ത് കാണുമെന്ന് ഓർത്തു. വിളിക്കേണ്ട സമയം കഴിഞ്ഞ് വിളിക്കാതിരുന്നപ്പോൾ എനിക്ക് ആപ്റ്റായ റോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ പറഞ്ഞു സാറ് ബിസി ആയിരുന്നു എന്നല്ലേ, അതുകൊണ്ട് നാളെ നിങ്ങളെ വിളിക്കുന്നു പറഞ്ഞു. നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ സൺഡേ ആയി. സൺഡേ 11 മണി ഇന്ന് നോക്കി, വിളിച്ചില്ല. 12 ആയി, 1 മണിയായി. അപ്പോൾ 1:30 എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെ ഇരുന്നപ്പോൾ സുരേഷ് കുമാർ തന്നെ വിളിച്ചു എന്നെ. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ കിട്ടി, അപ്പോൾ ഞങ്ങൾ അത് നോക്കി. അപ്പോൾ നിങ്ങൾ ഏതാണ്ട് ഇതാണെന്നാണ് തോന്നുന്നത്, നമുക്കൊന്ന് വീഡിയോ കോളിൽ വരണം, സാരി ഉടുത്തിട്ട് വേണം വരണം. രജനീകാന്തിൻ്റെ വൈഫിൻ്റെ റോളിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇത് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മലേഷ്യയിൽ വെച്ചിട്ട് തന്നെ ഷൂട്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. 10 ലക്ഷം രൂപ സാലറി. ഭാനി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. പിന്നെ എന്താണ്, റിട്ടയർഡ് IPS ഓഫീസറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ജയിലർ 1ൽ രമ്യ കൃഷ്ണൻ. അപ്പോൾ പറഞ്ഞു ജയിലർ 1ൻ്റെയും 2ൻ്റെയും കഥ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പേര് മാത്രമേ ഒന്നുള്ളൂ, രജനി സാറ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വേറെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ ഇവിടെ വന്നു, ഡ്രസ്സൊക്കെ മാറി, എന്നിട്ട് വീഡിയോ കോൾ അയാൾ വിളിച്ചു. അങ്ങനെ വന്നു, ഭയങ്കര ഡീസൻ്റ് ആയിട്ട് സംസാരിച്ചു. നിങ്ങൾ പിന്നെ ഷൂട്ടിന് വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഗാർഡിയൻ ഉണ്ടാവണം നിർബന്ധമായിട്ട്, എല്ലാ ഫീമെയിൽ ആക്ടേഴ്സിനും ഒരു ഗാർഡിയൻ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തു പോകും. അങ്ങനെ അയാൾ പറഞ്ഞു ഇമെയിൽ ID ഒന്ന് അയക്കണം, പിന്നെ നിങ്ങളെ കൺഫേം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കും, അപ്പോൾ അതിനൊന്ന് റിപ്ലൈ ചെയ്യണം. ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല. 12,650 രൂപ 500 രൂപ അങ്ങോട്ട് തന്നാൽ ഞങ്ങൾ തന്നെ കാർഡ് എടുത്ത് തരും. അപ്പോൾ നിങ്ങൾ കൺഫേം ആവുകയാണെങ്കിൽ കാർഡ് എടുക്കാൻ റെഡിയാണോ ഇന്ന് തന്നെ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും, കൺഫേം ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ടീമിനായിട്ട് സംസാരിച്ചിട്ട് മെയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. ആദ്യത്തെ എൻ്റെ ഒരു സംശയം അപ്പോഴാണ് വന്നത്. കൺഫേം ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം മാത്രം കൺഫേം ചെയ്യാതെ പോരല്ലോ, രജനി സാറിൻ്റെ ഒരു പടമാണ്. അപ്പോൾ രജനി സാറും അറിയണം, ഇതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞ ലോകേഷ് കനകരാജ് എന്നാണ്. ശരിക്കും നെൽസനാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനോർത്ത് രജനി സാറാണല്ലോ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ചിലപ്പോൾ ലോകേഷ് കനകരാജ് ചെയ്താൽ മതിയും തീരുമാനിച്ച് കാണും, പുതിയൊരാളെ നോക്കുന്നതായിരിക്കാം എന്നൊക്കെ ഞാനപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നയൻതാരയും മഞ്ജുവാരിയൊക്കെ വന്ന റോളിലേക്ക് എന്നെയൊക്കെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ലോകേഷ് കനകരാജ് ആകുമ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ പറയരുത്, അത് നമുക്ക് നോക്കാം, എന്താണ് അയാൾ റെസ്പോണ്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പുള്ളിയുണ്ട്, എനിക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നു, കൺഫേംഡ് ആണ്, നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്, റോളിൻ്റെ ഡീറ്റെയിൽസ്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിൽ.
അപ്പോൾ എനിക്ക് സംശയമായി. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി വിളിക്കുകയാണ് എന്നെ, നിങ്ങൾക്ക് മെയിൽ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞു കിട്ടി. പിന്നെ എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. വീണ്ടും വിളിക്കുകയാണ് അയാൾ. അപ്പോൾ നിങ്ങൾ കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഡൗട്ടോടു കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ്, അപ്പോൾ ഇന്ന് തന്നെ കാർഡ് എടുക്കണം, ഷൂട്ട് ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങുകയല്ലേ, അപ്പോൾ കാർഡ് 20 മിനിറ്റിനുള്ളിൽ കാർഡ് ശരിയാവും, 12,500 രൂപ നിങ്ങൾ, ഞാനൊരു QR കോഡ് അയച്ചു തരാം, അതിലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു 2 ദിവസം സമയം തരുമെന്ന് ചോദിച്ചു. അതെന്തിന് 2 ദിവസം സമയം? പറഞ്ഞു പൈസ അറേഞ്ച് ചെയ്യാൻ. അത് നിങ്ങളല്ലേ പറഞ്ഞത് കൺഫർമേഷൻ ഞാൻ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാർഡ് എടുക്കാൻ റെഡിയാണെന്ന്. അപ്പോൾ അതെ, പക്ഷേ പൈസ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാൽ പുള്ളിയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞു. അത് സാരമില്ല, ഉള്ള പൈസ അയച്ചാൽ മതി, ബാക്കി നാളെ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ലോകേഷ് കനരാജിൻ്റെ ഒരു അസിസ്റ്റൻ്റ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അതെൻ്റെ സേതു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് തമിഴ്നാട്ടിൽ, മൈന പടം ചെയ്ത ആളാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞു തന്നെ, ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്നിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട്സ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് മലപാർവതിക്ക് അയച്ചു. മലപാർവതിയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്, കാരണം ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് അറിയണില്ല, അവരൊക്കെ അല്ലേ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല, പക്ഷേ പിന്നെ റെസ്പോണ്ട് ചെയ്തു, ഷൈനി ആർട്ടിസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, എന്തോ തട്ടിപ്പാണ്, വേഗം നമ്പറും സ്ക്രീൻഷോട്ട്സൊക്കെ അയച്ചു തന്നു. ഞാൻ അയച്ചു കൊടുത്തു, സേതുവിനും അയച്ചു കൊടുത്തു. അങ്ങനെ അവർ അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സേതുവിനും എല്ലാവർക്കും ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. അപ്പോൾ സേതു പറഞ്ഞു ഇത് നമ്മളവിടെ തേനപ്പൻ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഹെഡുണ്ട്, ആക്ടേഴ്സിൻ്റെയൊക്കെ കാര്യം നോക്കുന്ന ആളാന്ന് തോന്നുന്നു, മാലപാർവതിയും ആ പേര് തന്നെ എന്നോട് പറഞ്ഞു. അദ്ദേഹത്തോട് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല, ഷൂട്ട് ഓൾറെഡി തുടങ്ങി, ഇന്നലെ തന്നെയാണ് ഷൂട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രോഡാണല്ലോ. പിന്നെ ഇയാൾ വിളിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ രാത്രി ഇരുന്നപ്പോൾ വെറുതെ ഒരു വീഡിയോയിൽ ചുമ്മാ വീട്ടിലിരുന്ന വേഷത്തിൽ തന്നെ ചുമ്മാ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ മാലപാർവതിക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഷൈനി ഇത് നമ്മളിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, കാരണം ഒരുപാട് പേര് നീ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, പക്ഷെ ഒരുപാട് കുട്ടികൾ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പെട്ടു പോവാം, ഇയാൾ വേറെയും ഫ്രോഡ് നടത്തുന്നില്ല എന്ന് എങ്ങനെ അറിയാം? അങ്ങനെ പുള്ളിക്കാരിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഇട്ട് ഇയാളുടെ നമ്പറും ഇട്ട് ഇത് പിന്നെ പോസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ചാനലുകളിൽ നിന്നൊക്കെ വിളി വന്നതും ഇതിനെക്കുറിച്ച് എൻക്വയറീസ്. പിന്നെ സിനിമയിൽ തന്നെയുള്ള ഒരുപാട് പേര് വിളിച്ചു. അതിൽ ജിനോയ് എന്ന് പറഞ്ഞ ഡയറക്ടർ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ബോംബെയിൽ നിന്ന് ഒരു കാസ്റ്റിംഗ് കോൾ വന്നു വെബ് സീരീസിന് വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് എല്ലാം പക്കയാക്കി, പെർ ഡേ 1 lakh സാലറി. അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കണം, 50,000 രൂപ അയച്ചു കൊടുക്കണം. അപ്പോൾ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ ആർട്ടിസ്റ്റ് കാർഡ് വേണം എന്നുണ്ട് പോലും. അപ്പോൾ ഇവൻ കൂട്ടുകാരൻ്റെ അടുത്ത് 50,000 രൂപ കടം വാങ്ങി അയച്ചു കൊടുത്തു. കാരണം സാലറി 1 lakh പെർ ഡേ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞതോടുകൂടി പിന്നെ ഫോൺ കോൾസും ഇല്ല, അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ ഭയങ്കര പക്ക ഒരു ഫ്രോഡ്. സരിൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണത്. അപ്പോൾ ജിനോയ് അത് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ സരിൻ്റെ പേര് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞു. പിന്നെ വേറെ ആരൊക്കെയോ മലപാർവതി പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് താഴെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ അനുഭവം ഇയാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു പറഞ്ഞിട്ട്. ശരിക്കും അങ്ങനെയാണ്. കാരണം ചേച്ചി തന്നെ പറഞ്ഞു ഭയങ്കര ജെന്യുവിൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ചേച്ചി തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കോളുകൾ വരുമ്പോൾ അതിൻ്റെ റെസ്പോണ്ട് ചെയ്യുന്ന ആൾ കൂടിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വരുമ്പോൾ ഈ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് ആളുകളുണ്ടാകാം. അപ്പോൾ അവരിലൊക്കെ പെട്ടെന്ന് ചതിക്കുകയും വഴിയ സാധ്യതയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്നെ ഇതിനു മുമ്പും ഞാൻ സെറ്റിലൊക്കെ പോകുമ്പോൾ പുതിയ പിള്ളേരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മിക്കവരും കാസ്റ്റിംഗ് കോൾ വഴിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ സ്ഥിരം പോകാറുണ്ട് ഓഡീഷനൊക്കെ? ഉണ്ട് ചേച്ചി, പക്ഷേ ചിലർ പറയും പൈസ കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് കോളിൽ ഒരു ഓഡീഷന് നിങ്ങൾ പോവരുത്, അത് ഫ്രോഡാണ്. അങ്ങനെ ഒരു സിനിമ സംഭവിക്കത്തേ ഇല്ല. നിങ്ങളുടെ നിന്ന് പൈസ പിടുങ്ങാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു ഓഡിഷനായിരിക്കും. ജെനുവിനായിട്ടുള്ള ഓഡിഷൻകാർ ഒരിക്കലും പൈസ വാങ്ങില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് മാത്രമേ നിങ്ങൾ പോവാവുള്ളൂ. പൈസ ഒരിക്കലും കൊടുക്കരുത്, പൈസ ചോദിക്കരുത്. നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ തേടി അവസരങ്ങൾ വരും. അപ്പോൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക എന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഡെയിലി ഫോൺ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ എന്താ കേൾക്കുന്നത്? നിങ്ങളെല്ലാവരും കേൾക്കുന്നതല്ലേ ഫ്രോഡുകളെ പറ്റിയിട്ടുള്ളൊരു മെസ്സേജാണ് നമുക്ക് ആദ്യം വരുന്നത് അല്ലേ? എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക. എന്നിട്ടും ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് അതിൽ വീണ് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ചെയ്യരുത്. ശരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത്. പിന്നെ എനിക്ക് വന്ന തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, രജനി സാറോ നെൽസണോ അറിയാണ്ട് എന്നെ ഒരിക്കലും ആ പടത്തിൽ കാസ്റ്റ് ചെയ്യപ്പെടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കുകയും കൂടി വേണം.
എത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഓഫറാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഓഫറാണ് രജനി സാറിൻ്റെ കൂടെയുള്ള ഒരു വേഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത്രയും ചെറുപ്പം മുതലേ പടങ്ങൾ കാണുന്നതും ആരാധിക്കുന്ന ഒരു പാസിംഗ് ഷോട്ടിന് വിളിച്ചാൽ പോലും പോവാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വലിയൊരു ഓഫർ ഇട്ട് തന്നിട്ടാണ് എന്നെ ക്യാച്ച് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ഞാൻ അത് എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെയും അതുപോലെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ടും ചിന്തിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ മാക്സിമം എന്നെ വിളിച്ച എല്ലാവർക്കും ഞാൻ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു വാർണിംഗ് പോലെ ഇത് എടുക്കണം, ഇനിയും തട്ടിപ്പുകളിലൊന്നും ചെന്ന് ചാടരുത്. 50,000 രൂപയൊക്കെ കടം വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമുള്ളൊരു കാര്യമാണ്. എത്രയോ പേരെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായിരുന്നു എൻ്റെ തോട്ട്. അതുപോലെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനിടയിൽ ഇങ്ങനൊരു കോള് വന്നപ്പോൾ ഞാൻ മറ്റ് ആർട്ടിസ്റ്റുകളോടും ചോദിച്ചിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ ഇത് ചെയ്യാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കുമല്ലേ കൂടുതലും ഇങ്ങനെ വന്നുപെടുന്നത്. അതെ, അപ്പം അങ്ങനെ ഒരിക്കലും ഇപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടും എനിക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. ഇപ്പോൾ സേതു തമിഴിൽ അഭിനയിക്കുന്ന ആളാണ്, മലയാളിയാണ്, കോട്ടയംകാരനാണ്, മൈന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടുള്ള അടുപ്പാണ്. അതുകൊണ്ട് തന്നെ തമിഴിൽ നിന്നൊരു എൻക്വയറി വന്നാൽ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് സേതുവിനെ ആയിരിക്കും. സേതു എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും കോൺടാക്ട്സ് ഇല്ലാത്ത പാവം പിള്ളേരാണ് ഇതിൽ പെടുന്നെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, പൈസ ചോദിക്കുന്ന ഒരു ഓഡിഷനോ എന്ത് കാര്യമായാലും ഒരിക്കലും പൈസ അയച്ചു കൊടുക്കരുത്. അങ്ങനെയുള്ള റോളുകൾ വേണ്ടാന്ന് തന്നെ വെക്കണം. അത് നിർബന്ധമായിട്ട്. അത് അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു തട്ടിപ്പാണെന്നുള്ള മനസ്സിലാക്കണം അവർ. ഇവർ ഏത് കമ്പനിയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണെന്നാണ് പറഞ്ഞത്? സുരേഷ് കുമാർ കാസ്റ്റിങ്സ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ്, ലോഗോയും എല്ലാം ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ പോയപ്പോൾ അങ്ങനെ ഒരു പേജുണ്ട്, പക്ഷേ 36 ഫോളോവേഴ്സേ ഉള്ളൂ. അത് പക്ഷേ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പേജായിരിക്കാം, ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട്. ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ശരിക്കും ഒരു സുരേഷ് കുമാർ കാസ്റ്റിങ്സ് ഉണ്ടെങ്കിലോ അവരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നെങ്കിലോ എന്നുള്ളൊരു തോട്ടം ഉണ്ടായി. അതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ആൾ പ്രതികരിക്കണമല്ലോ. ഇത്രയധികം ചാനലുകളും എല്ലാം ഇത് കവർ ചെയ്ത സ്ഥിതിക്ക് ഒറിജിനലായിട്ടൊരു സുരേഷ് കുമാർ കാസ്റ്റിങ്സ് ഉണ്ടെങ്കിൽ അവർ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരത് ഉണ്ടാക്കിയ ഒരു ഇത് തന്നെ ആയിരിക്കണം, ഐഡിയ തന്നെ ആയിരിക്കണം. പക്ഷെ ചേച്ചി പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് സത്യമല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരും ഉണ്ടല്ലേ? അതെ അതെ, ഞാൻ എൻ്റെ ഫെയിമിന് വേണ്ടിയിട്ട് ഞാൻ നുണ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് മനോരമയിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ താഴെ ആരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ഭാര്യയാണ് പോലും, ഭാര്യയാകണം പോലും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പുച്ഛിക്കുന്ന രീതിയിലൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും. പക്ഷേ അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇനിയും പിള്ളേർ ഇങ്ങനെയുള്ള കെണികളിൽ പെടാതിരിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ ചേച്ചി പറഞ്ഞ അനുഭവം മുമ്പ് പല നടിമാരും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലുള്ള കാസ്റ്റിംഗ് കോളുകൾ വ്യാജമായിട്ട് വരുന്നത്. ചേച്ചിക്ക് ഇതിനു മുമ്പ് ഇതുപോലത്തെ കോളുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ഇങ്ങനത്തെ ഫേക്കായിട്ടുള്ളൊരു ഇത് ആദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. ഇത്രയും വലിയൊരു ബാനറിൻ്റെ പേരിൽ അങ്ങനത്തെ ഒരു പടത്തിലേക്ക് റോള് വാഗ്ദാനം ചെയ്തിട്ട് വരുന്നൊരു ഫേക്ക് കോള് ആദ്യമായിട്ടാണ് വരുന്നത്. ചേച്ചി തുറന്നു പറഞ്ഞതിന് ശേഷം മറ്റു നടിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അനുഭവങ്ങളൊക്കെ? ഇല്ല, എന്നെ കുറേ പേര് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അവരൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ തട്ടിപ്പ് കോള് വരുന്നുണ്ട്. അങ്ങനെ ആരാണ് എൻ്റെ അടുത്ത് വേറെ എൻ്റെ കൂടെ തന്നെ സീരിയലിൽ അഭിനയിച്ചൊരു കൊച്ചു പറഞ്ഞു ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പൈസ ചോദിച്ചു. അപ്പം നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ജീവിക്കാൻ തന്നെ പൈസ ഇല്ല, അപ്പോൾ പിന്നെ ഇവർക്ക് അയച്ചു കൊടുക്കാൻ കാശുണ്ടോ? അങ്ങനെയാണ് അവൾ പ്രതികരിച്ചത്. അങ്ങനെ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് വന്നിട്ടുണ്ട് തട്ടിപ്പ് കോളുകളെന്ന്. പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളാണ്, മനസ്സിലായല്ലോ. പൈസ ഇല്ലാത്തത് കൊണ്ട് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയും ചിന്തിക്കാമല്ലോ, അവർ ചിലപ്പോൾ ഈ വളർന്നു വരുന്ന നടിമാരെയോ അല്ലെങ്കിൽ ഈ മറ്റ് ആർട്ടിസ്റ്റുകളെയോ ഒക്കെ നോക്കി തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് സംശയിക്കാമല്ലോ. തീർച്ചയായിട്ടും സംശയിക്കാം. ഇതിങ്ങനെ ഒരു റാക്കറ്റാണെന്ന് തോന്നുന്നത്. ഇവരിങ്ങനെ ഒരു ടീമായിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും ഞാനിപ്പോൾ 92 ഫിലിംസായി, 10 വർഷമാകാൻ പോകുന്നു ഞാൻ സിനിമയിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള എന്നെ പോലും ക്യാച്ച് ചെയ്യാൻ അവർ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നല്ലോണം റിസർച്ച് നടത്തിയിട്ടായിരിക്കില്ലേ അവർ ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലും ആദ്യഘട്ടത്തിൽ വിശ്വസിപ്പിക്കണമെങ്കിൽ അവരത്രയും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടായിരിക്കും, തീർച്ചയായിട്ടും അവരത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പ്രൊഫൈൽസ് കയറി അയാളത് പറയുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇതിന് ആപ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ വിക്കിപീഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലൊക്കെ IMDb അതിനകത്തൊക്കെ നമ്മുടെ പ്രൊഫൈലുകൾ കിടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ വലിയൊരു ഓഫർ ഇട്ട് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീഴുമല്ലോ.
രജനി സാർ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യത്തെ കേൾവിക്ക് അതും ഇത്ര പ്രൊഫഷണലായിട്ട് വന്നിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. വളരെ മര്യാദയ്ക്കും എന്താ പറയുക അത്രയും ഡീസൻ്റായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. സ്ക്രീനിൽ വന്നപ്പോൾ അയാളൊന്നും സ്മൈൽ ചെയ്തു പോലുമില്ല. വളരെ സീരിയസ് ആയിട്ടിരുന്നിട്ടാണ് വീഡിയോ കോളിൽ ചെയ്തത്. പിന്നെ നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ട് പറയുന്നു ഒരു ഗാർഡിയൻ നിങ്ങളുടെ കൂടെ നിർബന്ധമായും വേണം. പക്ഷേ ഗാർഡിയൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റൊന്നും നമ്മൾ എടുക്കില്ല. നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, ട്രാവൽ എക്സ്പെൻസ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്തോളാം. ഗാർഡിയൻ്റെ നിങ്ങൾ തന്നെ എടുക്കണം. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങ് കേട്ടിരുന്നു പോലെ ജയിലർ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ വിറച്ചു പോയി അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ. ദൈവമേ സത്യമാണോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ പിന്നെയും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒരു അതർ സൈഡ് ഉണ്ടല്ലോ, ഡൗട്ടിങ് സൈഡ്, അതിങ്ങനെ ഡൗട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ശരിക്കും ആയിരിക്കുമോ. അപ്പോൾ ഇവർ കൺഫേം ചെയ്തു എന്ന് പറഞ്ഞ ഉടനെ അത് ഉറപ്പിച്ചു ഞാൻ. കാരണം രജനി സാറും ഇതിൻ്റെ ഡയറക്ടറും അറിയാതെ എങ്ങനെ ഒരു കാസ്റ്റിംഗ് ഏജൻസിക്ക് എന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റോളിലേക്ക് കാസ്റ്റ് ചെയ്യാൻ കഴിയും? ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി ഉണ്ട്. അതിന് ഒരിക്കലും സാധിക്കില്ല. അത് ഒരു ചെറിയൊരു പടമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരാളുടെ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാം. ഇത് ഇത്രയും ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. അതിനേക്ക് അങ്ങനെ നിസ്സാരമായൊരു കാസ്റ്റിംഗ് കോളിലൂടെ ഒരു റോളിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യപ്പെടില്ല. അതും കുട്ടികൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടുന്ന ഓഫറുകൾ എങ്ങനെയുള്ളതാണ്, അത് മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഓഫേഴ്സ് പറയും. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ, ടീനേജേഴ്സൊക്കെ ആകുമ്പോഴേ അതിൽ വീണ് പോകും. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആ രീതിയിലാണ് ഇവരുടെ അപ്രോച്ച്. പേരൻസിനെ കൂട്ടി വരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ നല്ല ആൾക്കാരായതുകൊണ്ടല്ലേ പേരൻസിനെ കൂട്ടി വരണം, അല്ലെ ഗാർഡിയൻ വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെ ട്രസ്റ്റ് ചെയ്യാം. അത് തന്നെയാണ് അവരുടെ ഐഡിയയും. ഇപ്പം സിനിമ സ്വപ്നം കണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും അല്ലേ, കൂടുതൽ ആലോചിക്കുക എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും. എന്ത് ഒരു ഓഡിഷൻ ഇപ്പം നാട്ടിൽ നടക്കുന്ന മലയാള സിനിമയ്ക്ക് വേണ്ടി നടക്കുന്ന ഓഡിഷനാണെങ്കിൽ പോലും നമ്മൾ നല്ലോണം അന്വേഷിച്ചിട്ടേ പോകുള്ളൂ. പിന്നെ ചിലരിപ്പം ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരം ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ഓഡിഷനാണ്. അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്. അതിൽ അഭിനയിച്ചവരും ചന്തുമൊക്കെയാണ് അവിടെ ഓഡിഷൻ ഇരിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പോയി, അവൾക്ക് 722ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഫുള്ള് രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന ഓഡിഷനാണ് അവിടെ നടക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ഓഡിഷൻസിനൊക്കെ ക്ഷമയോടുകൂടി പോകാൻ പറ്റുമെങ്കിൽ പോവുക. നിങ്ങളുടെ ടാലൻറ്റ് തെളിയിക്കുക. നിങ്ങൾ ആപ്റ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ഇത് തരും, അവസരം തരും. അതല്ലാതെ പൈസ നിങ്ങൾ 10,000 രൂപ അടയ്ക്കൂ, അങ്ങനെ എത്രയോ പേർക്ക് ചതി പറ്റിയിട്ടുണ്ടെന്നറിയോ. പൈസ നമ്മൾ ഈ ചെറിയൊരു പടമാണ്, അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്ര രൂപ ഇടണം, 25,000 രൂപ ഇടണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് നടക്കുന്നു. 3-4 ദിവസത്തെ ഷൂട്ടിന് ശേഷം നിന്നു പോകുന്നു. അപ്പോൾ ഇയാൾ കൊടുത്ത പൈസ നഷ്ടപ്പെട്ടില്ലേ. ഇങ്ങനത്തെ കഥകൾ ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, കുറച്ച് കാലം മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. അത് മിക്കവാറും ആൺപിള്ളേർക്കാണ് അങ്ങനെ പറ്റാറ്. മനസ്സിലായില്ലേ? ഒരു 25-30 ഇടയിലുള്ള ജോലിയൊക്കെ ഉള്ള പിള്ളേരായിരിക്കും, പക്ഷേ ഭയങ്കര സിനിമാ മോഹികളായിരിക്കും. അപ്പോൾ 25,000 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഈ മുഖം ഒന്ന് സ്ക്രീനിൽ കാണണം എന്നുള്ള ആ ഒരു ആവേശത്തിന് ചെയ്തു പോകുന്നതാണ്. അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇനിയെങ്കിലും അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ് ബാനർ, ഡയറക്ടർ ആരാണ്, എല്ലാം ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിച്ചാൽ പോലും ഇപ്പം എനിക്ക് വന്നതും രജനി സാറിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ. പക്ഷെ അപ്പോഴും നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക, ഇത് സത്യമായിരിക്കുമോ. ഒരു 99% ഡൗട്ട് ഇടണമെന്നാണ് ഞാൻ പറയണത്. എന്നിട്ട് അത് പൈസ ചോദിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക അത് ഫ്രോഡാണെന്നുള്ളത്. അവിടെ സ്റ്റോപ്പ് ചെയ്യുക. പൈസ ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഫ്രോഡാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയ ആ നിമിഷം നിങ്ങൾ ബാങ്കിനെ കോൺടാക്ട് ചെയ്യുക, പോലീസിനെ കോൺടാക്ട് ചെയ്യുക. സൈബർ സെല്ല് ഏത് നിമിഷവും റെഡിയാണ്. ഇപ്പോൾ ആണെങ്കിൽ പൈസയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് എടുത്തു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ഇല്ല, ഞാൻ പരാതി കൊടുത്തില്ല. കാരണം എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ ചാനലുകളോട് അവിടെ നിന്നൊക്കെ വന്നപ്പോൾ പറയുന്നത് ഇനിയും ആർക്കും ഇങ്ങനെ പറ്റരുത്, എല്ലാവരും അവെയർ ആയിരിക്കണം, ജാഗ്രത വേണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗിച്ചത്. അല്ലാതെ എനിക്ക് പരാതിയില്ല. കാരണം ആർക്കെതിരെ ഞാൻ പരാതി കൊടുക്കും? എൻ്റെ കയ്യിലൊരു ഫോൺ നമ്പർ മാത്രമല്ലേ ഉള്ളൂ, അതൊരു ഫേക്ക് നമ്പർ ആവാൻ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു FIR ഇടാനുള്ളൊരു മാറ്റർ ഇതിനകത്തില്ല. അതുകൊണ്ട് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടില്ല. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ.